കോൺസ്റ്റാന്റിൻ പിലാറിയസിന്റെ വാട്സ് ദാറ്റ് എന്ന ഹ്രസ്വ സിനിമയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. അതെന്താ? രോഗം, വാർദ്ധക്യം തുടങ്ങിയ പീഡിതാവസ്ഥകളെ ആധുനിക സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നവമൂലധന താല്പര്യങ്ങളിൽ അകപ്പെട്ടു പോയാണ് കുടുംബം. ലാഭത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് മുഖം കുത്തി വീണുപോയിരിക്കുകയാണ്. പാഴ്വസ്തുക്കൾ മാലിന്യ സംഭരണശാലകളിലേക്കെന്ന പോലെ വൃദ്ധരും രോഗികളും നിഷ്കരണം വലിച്ചെറിയപ്പെടുമ്പോൾ ഓർക്കുക, ഒരു നാൾ നമ്മളും അതായി മാറുമെന്ന്. കാലം എല്ലാവർക്കും വാർദ്ധക്യത്തിന്റെ ഒരു കുപ്പായം തുന്നി വെച്ചിട്ടുണ്ടെന്ന്.
തുണയേകണേ. സത്യമായി ധർമ്മമായി നീതിയായി ജ്ഞാനമായി ഞങ്ങളെ നയിക്കുവാൻ തുണയേകണേ. സ്നേഹത്തിൻ ദീപ്തിയാൽ ലോകത്തിൻ നന്മയാൽ ഞങ്ങളെ നയിക്കുവാൻ തുണയേകണേ. സത്യമായി ധർമ്മമായി നീതിയായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ വരില്ലല്ലോ, ചെക്ക് ചെയ്യാം സാർ. അതാ സെക്ഷനിലെ കുട്ടി ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, കുറച്ച് പരിചയക്കുറവുണ്ട് അതില്ല. ശരിയാക്കാം സാർ. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ 8ാം നില വരെയുള്ള ഇന്റീരിയർ ഇലക്ട്രീഷ്യൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു സാർ. അത് നമുക്ക് ചാലിയാതെ വിടത് ഒരു ശതമാനം. അതൊക്കെ നമ്മുടെ ടീച്ചറല്ലേ സാർ, അതൊക്കെ കാണേണ്ടവരെ കാണേണ്ട സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് സാർ. സാറിന്റെ റൂമിൽ നിന്ന് ഇപ്പോൾ നോക്കിയാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് എല്ലാ കാഴ്ചയാണ് സാർ. ടെക്നീഷ്യൻ ട്രയൽ റൺ കാണിച്ചു തന്നു സാർ, എല്ലാം സൂപ്പറായി ഒപ്പിയെടുത്തു സാർ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ സാറിന്റെ ഒരു ടേസ്റ്റ്. പെട്ടെന്ന് പറ, ഞാൻ കുറച്ച് തിരക്കിലാണ്. മെയിലൊന്ന് റീസെന്റ് ചെയ്യും. തന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി. കോമ്പൻസേഷൻ ചെയ്യോ അതൊന്നും കൊടുക്കേണ്ടത് MD പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ തിരക്കിലാണെന്ന്. നോൺസെൻസ്. എല്ലാത്തിനും എന്റെ കയ്യിൽ എത്തണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാ?
നിന്റെ കണ്ണുകൾ താനെ കുമ്പിയടയുന്നു. ഹോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഏയ്, ഇവിടെ വേറെ ആരുമില്ല. ഓ, ഓക്കെ, ശരി. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, ആ, ഓക്കെ. ആ, ഓ, നോക്കാം, നോക്കാം. അതെന്താ ഉണ്ട്? ഹേ, അവിടെ പറഞ്ഞല്ല, അത് ഇവിടെ പറഞ്ഞ. അതെ അതെ, അച്ഛൻ തന്നെ. വയസ്സുകാലത്ത് എവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞ കേക്കണ്ട തന്ത. എന്ത് ചെയ്യാനാ? നാശം പിടിക്കാൻ. ഏയ്, നീ പറഞ്ഞോ? ഇവിടെ വേറെ ആരുമില്ലേ? വേറെ ആരും കേൾക്കാനൊന്നുമില്ല. ഓ, ശരി ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. അതെന്താ അവിടെ പോയിരിക്കും തന്റെ? മൈ ഗോഡ്, മൈ ഡോഗ്, തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതല്ലടാ അതിന് മഞ്ഞത്തിറക്കരുത്. എന്താ ചെയ്ത്? അത് മഞ്ഞത്തിറക്കി കഴിഞ്ഞാൽ അതിന് പനി വരുന്നുള്ള ആൾക്കാർ അറിഞ്ഞൂടെ? പ്രതിരോധം വളരെ കുറവുള്ളതല്ലേ? കേക്ക്, ഒരു കാര്യം ചെയ്യും, ഞാൻ അതിനെ പെട്ടെന്ന് ഡോക്ടറെ എടുത്തോണ്ടിട്ട് മരുന്ന് വാങ്ങിക്കൊടുക്കും. ഓക്കെ സാർ. പിന്നെ സാറേ, റോഡ് ബില്ലർ നല്ല പണി വന്നേ. തേങ്ങ വന്ന കൃഷ്ണേട്ടനാ. ഏത് കൃഷ്ണനോ? അത് സാറിന് അറിയാം. അത് ബാബുവിന് വയ്യാത്തോണ്ട് വേറെ ആളെ പറഞ്ഞാ. കൃഷ്ണന്റെ ജാതിയുടെ കാഴ്ച പാർച്ച് നാശം മനസ്സിലായി. അതിന് അടക്കണ്ടിട്ടാലോ? അന്റെ ചന്തയല്ലല്ലോ, കൃഷ്ണന്റെ ചന്തയല്ലേ? ചന്തി ആധാരം സാറേ, ചന്തി പോയതല്ല അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ആ, അപ്പൊ പോട്ടെ. തേങ്ങ വില എന്തായി? അത് മഹാഭാഗ്യം. അവസാനത്തെ തെങ്ങും കയറി ഇറങ്ങിയത് ഇയാള് അയച്ചിരുന്നോണ്ട് അടുക്കളപ്പുറത്ത് കൂടെ വന്നതിന് ശേഷം വെള്ളം ചോദിച്ചാ അത് ടോമിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയാണ് ഓന് ഇഷ്ടപ്പെടുക? ഓനൊരു മുതലാളിയിലുള്ളൂ. അതിന്റെ അടുത്ത് പോയിട്ട് മറ്റേ മുതലാളി പറഞ്ഞു കഴിഞ്ഞാൽ ഓനെങ്കിലും ഇഷ്ടപ്പെടും. ഓൻ കടിച്ചു പൊളിക്കൂലേ?
പോയിട്ട് വരാം. വാജുണ്ടെ അടുത്ത മാസം കാണാം. അതെന്താ അവിടെയാണ് പോയി കിടക്കില്ലെന്താ
സാർ ഇല്ല സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. നോ സാർ. ഒന്ന് നോക്കട്ടെ സാർ. ഇല്ല സാർ, ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല, എനിക്കറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല. ഈ കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം എത്രയാണെന്ന് അറിയുമോ? 64 കോടി രൂപ. ഈ നഷ്ടം എങ്ങനെ നികത്താനാണ് നിന്റെ ഉദ്ദേശം? മറുപടി പറയണേ മിസ്റ്റർ. എനിക്കറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല സാർ, എനിക്കറിയില്ല. താങ്കൾ കമ്പനിയെ സമീപിച്ച് നേടിയ ആസ്തി എത്ര എന്ന് വെളുക്കാതെ താങ്കൾക്ക് ഇതൊരു ജീവിതം പോലുമില്ല. ഓർത്തിരുന്നോ? എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല. കമ്പനി അറിയാതെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ നടത്തിയ വിദേശ യാത്രയുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. മറുപടി പറയണം മിസ്റ്റർ. എനിക്കറിയില്ല മാഡം, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഹേയ് മിസ്റ്റർ, അടിയന്തരമായുള്ള കമ്പനി ഡാറ്റാസ് എങ്ങനെയാണ് ചോർന്നത്? എനിക്കറിയില്ല, എനിക്കറിയില്ല മാഡം. തന്റെ ടെർമിനേഷൻ ലെറ്റർ കമ്പനിയുടെ മുറിയിൽ നിന്നെ കാത്തിരിക്കുന്നു.
1985 മെയ് 24. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഏറ്റവും ദീപ്തമാകുന്ന ദിവസം. 3 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിനമാണ് ഈ കുഞ്ഞുമകനെ എനിക്ക് സമർപ്പിച്ച് നീ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു പോയത്. ഇപ്പോഴവന് അമ്മയും അച്ഛനും സഹോദരനും എല്ലാം ഞാൻ മാത്രം. അവന്റെ 3ാമത്തെ പിറന്നാളാണിന്ന്. ഇന്നലെ ടൗണിൽ പോയി അവൻ ഇഷ്ടമുള്ള നിക്കറും കുപ്പായവും വാങ്ങി. നമ്മുടെ മോന് നന്നായി ചേരുന്നുണ്ട് കേട്ടോ അത്. ഈ ജന്മദിന പുലരിയിൽ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ അവനെ മടിയിലിരുത്തി കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ചില്ലകളിൽ ഒരമ്മ കുയിലായി വന്നിരുന്ന് നീ താരാട്ടുപാടി. കുയിൽപ്പാട്ടിന്റെ ഓരോ ഇടവേളകളിലും അവൻ എന്നോട് ചോദിച്ചു, അതെന്താ അതെന്താ എന്ന്. ഞാൻ പറഞ്ഞു, അത് നിന്റെ അമ്മ കുയിൽ. കുയിലിന്റെ മധുരതരമായ സംഗീതം കേട്ട് അവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു, അതെന്താ അതെന്താ എന്ന്. അവന്റെ ഓരോ ചോദ്യവും എന്നിൽ അത്യധികം ആഹ്ലാദവും സന്തോഷവും നിറച്ചു. ഒരു 23 തവണയെങ്കിലും അവൻ അതേ ചോദ്യം എന്നോട് ചോദിച്ചിരിക്കും. ഓരോ തവണയും അവന്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ അവന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിനുള്ള മറുപടി നൽകിക്കൊണ്ടേയിരുന്നു. എനിക്കൊരാഗ്രഹമേയുള്ളൂ, ഓരോ പുലരി കൺ തുറക്കുമ്പോഴും അവന്റെ പ്രസന്നമായ മുഖം കാണണം എനിക്ക്. കൺപോളകൾ വലിച്ചടച്ച് അവസാന ശ്വാസവും ഉള്ളിലേക്കെടുത്ത് മരണത്തിന് കീഴടങ്ങുന്ന അവസാന നിമിഷ കണികയിൽ പോലും അവന്റെ പുഞ്ചിരിക്കുന്ന തുടുത്ത